മറ്റൊരു വാർത്തയിലേക്ക്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ സംഘത്തിന് തിരിച്ചടി. പ്രതി ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന SIT ആവശ്യം കോടതി തള്ളി. ജിതിൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന് കാണിച്ച് SIT നൽകിയ ഹർജി വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത്. ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, എന്താണ് ഉണ്ടായത്? സനീഷ്, വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതിയായിട്ടുള്ള ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം തള്ളണം എന്ന ആവശ്യമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഹർജിയായി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഹർജി വടകര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ തള്ളുകയാണ് ഉണ്ടായത്. ഇതിന്റെ കാരണം, അതായത് ഈ ഹർജി നൽകാനുണ്ടായ കാരണം ജിതിൻ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നുള്ളതായിരുന്നു. ഇന്നലെ ഏകദേശം 3/4 മണിക്കൂറോളമാണ് വാദപ്രതിവാദം കോടതിയിൽ തുടർന്നത്. അതുമാത്രമല്ല, ഈ ജിതിൻ ഭാസ്കർ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ 2 സ്വീകരണ പരിപാടികൾ ഉണ്ടായിരുന്നു, വടകരയിലും തിരുവള്ളൂരിലും. ഈ 2 പ്രകടനങ്ങളിലും ജിതിൻ ഭാസ്കർ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ 2 പ്രകടനങ്ങളിലും പങ്കെടുത്തതിനെതിരെ കേസുമുണ്ട്, 2 കേസുകളുണ്ട്. ആ 2 കേസുകളിൽ പ്രതിയായതാണ് ഇത്തരത്തിൽ ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് ഇത്തരത്തിൽ യാന്ത്രികമായി ഉണ്ടാക്കുന്ന കേസുകൾ, ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുന്ന കേസുകൾ, അത് നിലനിൽക്കില്ല എന്ന വാദമായിരുന്നു പ്രതിഭാഗം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. എന്തുതന്നെയാണെങ്കിലും ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന SIT ആവശ്യം, അല്ലെങ്കിൽ SIT ഹർജി വടകര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുകയാണ്. SITയെ സംബന്ധിച്ചിടത്തോളം അതൊരു കേസിലെ തിരിച്ചടി തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല, നിലവിൽ പ്രതി ചേർക്കപ്പെടാൻ സാധ്യതയുള്ള റിബേഷിനെയും, ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള റിബേഷ് മുൻകൂർ ജാമ്യത്തിനായിട്ടുള്ള ശ്രമം ജില്ലാ കോടതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ വാദം പൂർത്തിയായി ഇന്ന് വിധിയുണ്ടാകും. സനീഷ്, ശരി, നന്ദി ബെൻസൺ വിവരങ്ങൾക്ക്.